നമസ്കാരം. ഇസ്രായേൽ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിനെ മുച്ചൂട് മുട്ടിക്കാൻ ഒരുമ്പിട്ടിറങ്ങി ഇസ്രായേൽ. ഹമാസ് നേതൃനിരയിലെ കൂടുതൽ നേതാക്കളെ വധിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ നാസർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഹൂമിനെ വധിച്ചു. ഹമാസ് ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മയിലിന്റെ വധം. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വെളിപ്പെടുത്തി. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്മയിൽ ബർഹൂം ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. നാസർ ആശുപത്രിയുടെ 2ാം നിലയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതെന്നാണ് വിവരം. ഹമാസ് നേതാവായ ഇസ്മയിൽ ബർഹൂം ഇസ്രായേലി ആക്രമണങ്ങളിൽ മുമ്പ് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബർഹൂമിനൊപ്പം 16 വയസ്സുള്ള ഒരു ഫലസ്തീൻകാരനും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നാസർ ആശുപത്രിയിലെ സർജനായ ഡോക്ടർ ഫിറോസ് സിദ്വ പറയുന്നത്, ഇസ്രായേലിലെ ആക്രമണം ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ 1 മണിക്കൂറോളം വൈകിപ്പിക്കുകയും ശസ്ത്രക്രിയ വിഭാഗം നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 16-കാരൻ തന്റെ രോഗികളിൽ ഒരാളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ തെക്കൻ ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിൽ കൊല്ലപ്പെട്ടിരുന്നു. നാസർ ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഹൂം ആണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത്. ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഫലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ടിനി ആരെയും കടത്തിവിടില്ലെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഖാൻ യൂനിസിലെ അൽ മവാസി മേഖലയിലെ ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് കൊല്ലപ്പെട്ടത്. ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു. ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. സലാഹിന്റെയും ഭാര്യയുടെയും അടക്കമുള്ള രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുമെന്നും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു. ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് തബാഷ്. ഇത്തരത്തിൽ ഓരോ നേതാക്കളെയും ഇസ്രായേൽ തെരഞ്ഞുപിടിച്ച് വകവരുത്തുകയാണ്. ഇത് ഹമാസിന് വലിയ തിരിച്ചടി തന്നെയാണ്. ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 32 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. റഫ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. 2007 മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത്. യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റ് പറയുന്നത്. ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്ത വക്താവ് ആവശ്യപ്പെട്ടു.